നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചുകയറി അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് നാട്ടുകാർ. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിന് സസ്പെൻഷൻ. നടപടിയെടുത്തത് ക്ഷീരസംഘം ഭരണസമിതി യോഗം. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്നും ഈടാക്കുവാനുമുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11+2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ പതിവാകുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും തലവേദനയാകുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലി തകർത്തു. സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസ്. പ്രവാസിയായ പുഴങ്ങരയിലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലി തകർത്തത്. വിശദമായ വാർത്തയിലേക്ക്. പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചുകയറി അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻ ചക്രങ്ങൾ വേർപെട്ട നിലയിലാണ്. ചാലിശ്ശേരി പെരിങ്ങോട് റോഡിൽ ആമക്കാവ് റോഡിന് സമീപം ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി, കറുകപ്പത്തൂർ, ചാലിശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന മിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചാലിശ്ശേരി ഭാഗത്തു നിന്നും പെരിങ്ങോട് ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്നതിനിടെയായിരുന്നു അപകടം. റോഡരികിലെ വീടിന്റെ മതിലും ഗേറ്റും ഇടിച്ചു തകർത്ത ശേഷമാണ് ബസ് നിന്നത്. വീടിന്റെ മുൻവശത്തിരിക്കുകയായിരുന്ന കുട്ടി തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വൈകുന്നേര സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. രണ്ടാം പിണറായി സർക്കാർ കാലാവധി തീരും മുമ്പ് 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. മണലൂർ നിയോജക മണ്ഡലത്തിൽ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാർക്ക് ഭൂമി കൊടുക്കുന്നതിന് കേവലം ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമായി നിൽക്കരുതെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്. മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും കേരളത്തിലെ മനുഷ്യരെ സഹായിക്കുന്നതാകണം. പലവിധ കാരണങ്ങളാൽ ഭൂമി ലഭ്യമല്ലാത്ത ധാരാളം അനുഭവങ്ങൾ മുന്നിലുള്ളതിനാൽ അത്തരത്തിൽ ഭൂമി ലഭ്യമല്ലാത്ത വർഷങ്ങളായി സ്വന്തമായി ഭൂമി എന്ന സ്വപ്നവുമായി നടക്കുന്നവർക്ക് പട്ടയം കിട്ടാനുള്ള തടസ്സം എന്താണെന്ന് അറിഞ്ഞ് പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. ഈ സർക്കാർ കേരളത്തിൽ ഇതുവരെ 4,09,995 പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അധികാരം ഒഴിയുന്നതിനു മുമ്പ് 5 ലക്ഷം പട്ടയങ്ങൾ അർഹരായ കൈകളിൽ എത്തിക്കുവാൻ കഴിയും എന്ന ഉറപ്പോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ 2024 ജൂൺ മുതൽ 2025 മെയ് വരെ 109 ക്രയ സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത്. 2021 മെയ് മുതൽ 2024 മെയ് വരെ 457 ക്രയ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിൽ 566 പട്ടയങ്ങളാണ് ആകെ വിതരണം ചെയ്തത്. ഇതിൽ 5 നൂറ്റാണ്ടിലേറെയായി വാടാനപ്പള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന 13 കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് കഴിയുന്നതോടെ ഓരോ സർട്ടിഫിക്കറ്റിനും പലതവണ വില്ലേജ് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ഓരോ വ്യക്തിക്കും ഡിജി ലോക്കറും ഡിജിറ്റൽ കാർഡുമായി കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ അതിവേഗം മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നാം പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 9 വർഷക്കാലമായി കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ 2 ഗവൺമെന്റുകളായിട്ടുള്ള ഭരണ കാലയളവിനകത്ത് 4,09,995 പട്ടയങ്ങൾ ഈ മിനിറ്റ് വരെ കേരളത്തിൽ വിതരണം ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. 2016-ലും 2021-ലും 2 ഗവൺമെന്റുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം TV-യിലൂടെ ഇരുന്ന് കാണുമ്പോൾ ആര് മന്ത്രിയായിട്ട് എനിക്കെന്ത് കാര്യം തമ്പുരാനെ, മരിക്കുന്ന നേരത്ത് കുഴിച്ചിടാൻ സ്വന്തമായി 6 അടി മണ്ണിന് അവകാശിയല്ലല്ലോ എന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ആവശ്യപ്പെട്ടും നിന്നിരുന്ന 4,09,955 കുടുംബങ്ങൾ ആ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉന്നയിച്ചതാണ് ഇന്ന് വീടിന്റെ ഉടമകളായി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഏറ്റവും ചെറിയ അർത്ഥം.
മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായി വാടാനപ്പള്ളി പഞ്ചായത്ത് EMS ഹാളിൽ നടന്ന പട്ടയമേളയിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, KK ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PM അഹമ്മദ്, ബെന്നി ആന്റണി, AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി, കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനേഷ്, MM റെജീന, ജിയോ ഫോക്സ്, മിനി ജയൻ, രേഖ സുനിൽ, സൈമൺ തെക്കത്ത്, സ്മിത അജയ്കുമാർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ KT ബാബു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്നും ഈടാക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കുവാനും ക്ഷീരസംഘം ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് PC അബാൽമണി അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് നടപടി സ്വീകരിച്ചത്. സൊസൈറ്റിയിൽ പാൽ അളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചേർന്ന സഹകരണ സംഘത്തിന്റെ അടിയന്തര യോഗത്തിൽ കർഷകരുടെ പണം താനാണ് തിരിമറി ചെയ്തതെന്ന് സെക്രട്ടറിയായിരുന്ന PA ജിജേഷ് സമ്മതിക്കുകയും വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലി തകർത്ത സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വല്ലൂരിൽ പ്രവാസിയായ പുഴങ്ങരയിലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലി തകർത്തത്. നൌഷാദിന്റെ ഉമ്മയും ഭാര്യയും ഉൾപ്പെടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി അതിക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമ ഗുരുവായൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിഹാബുദ്ദീനെതിരെ കേസെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വല്ലൂർ സിംഫണി നഗറിലുള്ള പരാതിക്കാരിയുടെ വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ പുറകുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയാണ് പ്രതി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർത്തത്. പിന്നീട് ഭീഷണിപ്പെടുത്തുകയും അടിച്ചു തകർത്ത CCTV ക്യാമറയുടെ ഭാഗങ്ങൾ പ്രതി എടുത്തുകൊണ്ടുപോയതായും വീട്ടുകാർ പറഞ്ഞു. 10,000-ഓളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 2.5 മണിക്ക് അത് വന്നിട്ട് ചുറ്റിയോണ്ട് മേടി പൊട്ടിച്ച് എന്നിട്ട് പറഞ്ഞ് ഇനി ഞങ്ങൾ എന്താ ചെയ്തോളാം, കേസ് കൊടുക്കുക എന്താ ചെയ്തോളാം, എനിക്കൊരു പേടിയില്ല. CCTV ക്യാമറ അടിച്ചു തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായും സൂചനയുണ്ട്. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പണിയുവാനുള്ള സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് 2 നിലകളോടുകൂടിയ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. തുടർന്നാണ് ഓഫീസിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ, സബ് രജിസ്ട്രാർ ദീപക് പോൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധി ഫിൻഡോ ഫ്രാൻസിസ്, ജോസ് ചൂണ്ടൽ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ VKNന്റെ രചനകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലിശ്ശേരി കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിന് സമർപ്പിച്ചു. VKNന്റെ സുഹൃത്തും സ്കൂൾ മാനേജ്മെന്റ് അംഗവുമായിരുന്ന പരേതനായ EM അബ്ദുൾ മനാഫിനെ VKN സമ്മാനിച്ച ചിത്രങ്ങളാണ് മനാഫിന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിന് സമ്മാനിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്പൂതിരിയുടെ ചിത്രശേഖരം ഉണ്ടാകുന്നതെന്നും അത് നാളുകളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായിരിക്കുമെന്നും മണികണ്ഠൻ പുന്നയ്ക്കൽ പറഞ്ഞു. പിന്നെ എനിക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിട്ട് നീണ്ട ഒരുപാട് ചെറുപ്പം മുതൽ എനിക്ക് ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെ അവിടെ പലപ്പോഴും ഒത്തുകൂടുന്ന ചിത്രകലാ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടകനൊക്കെ ആയിട്ടും ഒക്കെ നിരന്തരം വരുന്ന വ്യക്തി കൂടിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. സ്കൂൾ മാനേജർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ മുഖ്യാതിഥിയായി.
ചിത്രകലാകാരന്മാർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്നും നമ്പൂതിരിയുടെ ചിത്രങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണെന്നും നിഖിൽ പ്രഭ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് ആരാണ് നമ്പൂതിരിയെന്നും അതുപോലെ ചിത്രകല എന്താണെന്നും എന്താണ് നമ്മുടെ പാരമ്പര്യമെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കുട്ടികളുടെ ബോധം, കുട്ടികളുടെ ക്രിയാത്മകത വളർന്നു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ തൊട്ട അയൽനാട്ടുകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി നമുക്കറിയാം. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, തൃത്താല AO പ്രസാദ്, സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു നാസർ, മാനേജ്മെന്റ് അംഗം EM അബൂബക്കർ, PTA വൈസ് പ്രസിഡന്റ് PP ജയശ്രീ, MPTA പ്രസിഡന്റ് MU ഫർസാന, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം AM നൌഷാദ് എന്നിവർ സംസാരിച്ചു. തിരുവണയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11 +2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. ഉച്ചയ്ക്ക് ഇന്റർവെൽ സമയത്ത് കുട്ടികൾ തമ്മിൽ തല്ല് നടന്നിരുന്നു. +1 വിദ്യാർത്ഥികളായ 6 പേരെ +2 വിദ്യാർത്ഥികളായ 11 പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ 6 പേരെ വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവായതോടെ കഴിഞ്ഞയാഴ്ച സ്കൂളിൽ റാഗിംഗ് കമ്മിറ്റി യോഗം ചേരുകയും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സംഘർഷങ്ങൾ തുടരുന്നതിൽ ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും. മാതാപിതാക്കളുടെ മരണത്തോടെ നിരാലംബരായ സഹോദരങ്ങൾക്ക് വീട് ഒരുക്കുന്നതിനായി കടവല്ലൂർ പഞ്ചായത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. സർക്കാരിൽ നിന്നും അനുവദിച്ച 6 ലക്ഷം രൂപ 700 സ്ക്വയർ ഫീറ്റ് വീടിന് അപര്യാപ്തമാകുമെന്നതിനാൽ ബാക്കി തുക കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. നിർമ്മാണത്തിനായി കുടുംബശ്രീയെ ചുമതലപ്പെടുത്തും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ബ്ലോക്ക് CDPO K ജയശ്രീ, പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു, SC പ്രമോട്ടർ യദുകൃഷ്ണൻ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, കാട്ടകമ്പൽ പഞ്ചായത്ത് അംഗം KT ഷാജൻ മാസ്റ്റർ, കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഹക്കിം എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ മാതാപിതാക്കളായ കരിക്കുളത്തിൽ ലിജിത, വിജയ് എന്നിവർ മരിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ മുത്തശ്ശിയുടെ സംരക്ഷണത്തിലായത്. കോട്ടോൽ പട്ടികജാതി നഗറിൽ 10ഓളം പട്ടികജാതി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നൽകിയ വീടുകൾ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന നിലയിലാണ്. ഇവരുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. അതിന്റെ ആദ്യ ഗഡുവും നൽകിയിട്ടുണ്ട്. ബാക്കി തുക എത്രയും പെട്ടെന്ന് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. വീട് നിർമ്മിക്കാൻ കൂടുതൽ തുക ആവശ്യമെങ്കിൽ നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി K രാജനും അറിയിച്ചിട്ടുണ്ട്. പഴഞ്ഞി സ്കൂളിലെ PTA പ്രസിഡന്റ് സാബു ഐനൂരിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സങ്കടാവസ്ഥ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ എത്തിയതോടെയാണ് നടപടികൾക്ക് തുടക്കമായത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൂടി നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരസഭാ പ്രോജക്ട് പ്രകാരം ഒരു ഡോക്ടറെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. ദിനംപ്രതി ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ വർധനവ് കണക്കിലെടുത്ത് ഒരു നിയമനം കൂടി നടത്താൻ തീരുമാനമാവുകയായിരുന്നു. ഇത് സംബന്ധിച്ച കോർഡിനേഷൻ കമ്മിറ്റിക്ക് കത്ത് നൽകും. നഗരസഭയുടെ 23-ാം വാർഡിലെ ഫിഷറീസ് ഉന്നതിയിൽ 92-ാം നമ്പർ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിനായി MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുവാനും യോഗം തീരുമാനിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത BJP സർക്കാരിന്റെ നടപടിയിൽ കൗൺസിൽ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. ജൂലൈ മാസത്തെ റേഷൻ വിതരണം 31-ാം തീയതി വ്യാഴാഴ്ച പൂർത്തിയാകുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 1-ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് 2 മുതൽ ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ജൂലൈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിനുള്ള അവസാന തീയതി ദീർഘിപ്പിക്കുന്നതല്ലെന്നും ഇതുവരെ റേഷൻ വാങ്ങാത്തവർ വ്യാഴാഴ്ച തന്നെ റേഷൻ വാങ്ങേണ്ടതാണെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വെള്ളാറ്റഞ്ഞൂരിലുള്ള റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MGS നായർ, ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയം കോൺവെന്റിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്തെ 60 വയസ്സിന് മുകളിലുള്ളവരുടെ കൂട്ടായ്മയാണ് നേതൃത്വം നൽകുന്നത്. ജീവിതത്തിന്റെ വിശ്രമവേളകളിൽ വായനയുടെ ലോകം വിപുലമാക്കുക എന്നതാണ് അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ലക്ഷ്യം. ഗ്രന്ഥശാലയ്ക്കുള്ള ഭൂരിഭാഗം പുസ്തകങ്ങളും സംഭാവനയിലൂടെയാണ് സ്വരൂപിച്ചിരിക്കുന്നത്.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കേരള കോൺഗ്രസ് എം കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പ്രതിഷേധ യോഗം കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. PS രാജൻ അധ്യക്ഷത വഹിച്ചു. CF റോബിൻ, VK സുമൻ, KB ബജീഷ്, NJ ജയ്മോൻ, സിജോ ചുങ്കത്ത്, OM ജോണി, AI കൃഷ്ണൻകുട്ടി, MV വിൽസൺ എന്നിവർ സംസാരിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളും സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇടവകയിൽ നിന്നുള്ള സന്യസ്തരുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായ പുഷ്പ ജോസഫ് യോഗത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. പള്ളി കൈക്കാരന്മാരായ തോമസ് AM, CL ജോസ്മോൻ, സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അകാരണമായി ജയിലിലടച്ച കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂരിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസ്ലം. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമേറ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് റഫീഖ് PH, ട്രഷറർ യാസിൻ എന്നിവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കത്തിച്ചു മെഴുകുതിരിയും പ്രതിഷേധ പ്ലക്കാർഡുകളും പിടിച്ചു നടത്തിയ യോഗം വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് KJ ജിജോ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സമിതി ട്രഷറർ MV ജോസ്, പള്ളി ട്രസ്റ്റി EJ ബെന്നി എന്നിവർ പ്രസംഗിച്ചു. മരത്തങ്കോട് ഇടവക വിശ്വാസികൾ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിഷേധ യോഗം ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, കൈക്കാരൻ തോമസ് ചക്രമാക്കിൽ, പള്ളി സെക്രട്ടറി സിജോ MP, ഫൊറോന കൗൺസിൽ അംഗം ജാർലി റോബർട്ട്, ജെയിംസ് വടക്കൻ, ജിജോ ചാഴൂർ എന്നിവർ പ്രസംഗിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിലേക്ക് പ്രതിഷേധ റാലി നടത്തി. തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലിക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന് സംഭാവനകൾ നൽകിയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും തുല്യരായി കണ്ട് വിദ്യാഭ്യാസവും ആതുര സേവനവും നടത്തുന്ന ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്നത് വളരെ അപലപനീയവും ആവിഷ്കാരത്തിന്റെ പേരു പറഞ്ഞുകൊണ്ട് എന്ത് പേക്കൂത്തും ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്താൻ തുനിയുന്നവർക്കും നേരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ യോഗത്തിൽ പറഞ്ഞു. സിസ്റ്റർ മെറിൻ ജീസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ, ട്രസ്റ്റി സേവിയർ വാക്കയിൽ, ബീന ഫ്രാൻസിസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. റാലിയിൽ ഇടവക പരിധിയിലുള്ള എല്ലാ സന്യാസ മഠങ്ങളിൽ നിന്നും സന്യസ്തരും ഇടവക ജനങ്ങളും പങ്കെടുത്തു. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഹൈസൺ PA ചാക്കോ പുലിക്കോട്ടിൽ, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ, PR ജെഫിൻ, ജോണി എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ റോസ മരിയ, സജിൻ സൈമൺ, മേഴ്സി ജോയ്, CV ലാൻസൺ, ആൻഡോ L പുത്തൂർ, ജിഷോ S പുത്തൂർ, ബാബു ആന്റണി, സ്റ്റീഫൻ ജോസ്, ബോബി വെള്ളറ എന്നിവർ സംസാരിച്ചു. പാലയൂർ കിക്കിരിമുട്ട നഗറിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് അപകടം, മതിലുകൾ തകർന്നു. ഇന്ന് ഉച്ചയ്ക്ക് 11:30 സംഭവം. വിവാഹാഘോഷത്തിന് പോകുകയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലയൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെയാണ് മതിലിൽ ഇടിച്ചത്. ചിങ്ങനാത്ത് അബ്ദുൽ അസീസ്, മാലിക്കുളം ഖാദർ, ഷെരീഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള മതിലുകളാണ് തകർന്നത്. സംഭവ സ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടി. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ അക്ബർ കോനോത്ത് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകൻ പട്ടാമ്പി കിഴയൂർ കണ്ണംപറമ്പിൽ KC വിപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലെ മോശം പരാമർശത്തിന്റെ പേരിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് KC വിപിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. DYFIയുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു.
സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ, SFI സംഘടനകൾ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അശ്ലീല പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് ആധാരം. ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് അധ്യാപകനെതിരെ ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ആഗസ്റ്റ് 1 നടക്കും. കർക്കിടകം 15 ജൂലൈ 31 വൈകിട്ട് അഷ്ടവൈദ്യൻ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഔഷധക്കൂട്ട് വാദ്യാഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. ഔഷധ സേവാദിനത്തിൽ കാലത്ത് മഹാധന്വന്തരി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഔഷധ സേവ, ആനയൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് ചോറ്റാനിക്കര സുഭാഷ് നാരായണൻ മാരാരുടെ പ്രമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ CBC ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ CBC തൃശൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള 2 ദിവസത്തെ ബോധവൽക്കരണത്തിനാണ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ തുടക്കമായത്. രാവിലെ 10-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. CBC തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ K. അബ്ദു മനാഫ് അധ്യക്ഷത വഹിച്ചു. മലയാള ഗവേഷണ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അന്നം സിനി, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K. ശ്രീരഞ്ജിനി, NCC ഓഫീസർ ലഫ്റ്റനന്റ് TJ മിനി, പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ C. സോണി വർഗീസ്, കണ്ടാണശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, CBC തൃശൂർ FPA അജിത് ഷേർ എന്നിവർ സംസാരിച്ചു. സ്വയം തൊഴിൽ സംരംഭ സാധ്യതകളും ഗവൺമെന്റ് പദ്ധതികളും സായുധ സേനകളിലെ തൊഴിലവസരങ്ങൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. വ്യാഴാഴ്ച ശുചിത്വ ഭാരതം, ആരോഗ്യവും പോഷകാഹാരവും, സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ പ്രത്യേകം ക്ലാസുകൾ നടക്കും. വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ, ഫോട്ടോ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംഘടനയായ A പാർട്ടിയുടെയും ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മക്കൾക്ക് ഒരു ചന്ദനമരം പദ്ധതി ആരംഭിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. CA കമാൽ, കോർഡിനേറ്റർമാരായ സിമി ജോസ് പോൾ, റാഫി നീലങ്കാവിൽ, അധ്യാപകരായ T. പ്രിൻസ് പോൾ, ജാസ്മിൻ തോമസ്, ഫ്രാൻസി ജോൺ എന്നിവർ നേതൃത്വം നൽകി. അറിയിപ്പ്: എളവള്ളി പഞ്ചായത്ത് നീഹാരം ബഡ്സ് സ്കൂളിലെ ആയ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് SSLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുമായി 2025 ഓഗസ്റ്റ് 6 രാവിലെ 10:30 അഭിമുഖം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം ബന്ധപ്പെട്ട രേഖകൾ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487264226. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ പുത്തരി ചടങ്ങുകൾ നടത്തി. ക്ഷേത്രമേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുത്താർ ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി കക്കാട്ട് ഗോവിന്ദൻകുട്ടി, കോർഡിനേറ്റർ വിജയൻ കുറുപ്പ്, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് ചാന്തിയിൽ വത്സല തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ 1ാം വാർഷിക ദിനത്തിൽ NCC കേഡറ്റുകളുടെ ശ്രദ്ധാഞ്ജലി. തൃശൂർ 7 കേരള ഗേൾസ് ബറ്റാലിയന്റെ കീഴിലുള്ള ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ NCC കേഡറ്റുകളാണ് വേറിട്ട ശ്രദ്ധാഞ്ജലി നടത്തിയത്. വയനാട് ചൂരന്മല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷമുണ്ടായ ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ മരണപ്പെട്ടവരുടെയും ഭൂമി നഷ്ടപ്പെട്ടവരുടെയും ഭീതിതമായ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് NCC കേഡറ്റുകൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് മുകളിൽ കുനിഞ്ഞ ശിരസ്സുമായാണ് ഇപ്പോൾ ജീവിക്കുന്നവരും ദുരന്തബാധിതരുമായ എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വയനാട് ദുരന്തത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. 7 കേരള ഗേൾസ് ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ ലഫ്റ്റനന്റ് മിനി TJ വയനാട് ജനതകളുടെ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ ലക്ഷ്മിപ്രിയ, ജൂനിയർ ഓഫീസർ നിരഞ്ജന, സീനിയർ കേഡറ്റുകളായ C. ശ്രീലക്ഷ്മി, PK സുമന്യ എന്നിവർ നേതൃത്വം നൽകി. കേഡറ്റുകളിൽ കാരുണ്യത്തിന്റെ നല്ല പാഠം രചിക്കാനാണ് ഇത്തരം ആദരവുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ലഫ്റ്റനന്റ് മിനി TJ പറഞ്ഞു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദ ഊട്ടും
ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം വിശേഷാൽ പൂജകളും രാവിലെ 8 മണി മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി വടക്കേടം നാരായണൻ നമ്പൂതിരി, വടക്കേടം വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി VK രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര സമിതിയുടെയും ഗുരുവായൂർ ദേവസ്വം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഗസ്റ്റ് 3 ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 99 61 20 69 61 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ മേനോൻ, ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്റർ ഓഫീസർ KK ശശി കൈമൾ, ഡോക്ടർ MB സുരേഷ് എന്നിവർ പങ്കെടുത്തു. പുഴയിലും പരിസരത്തും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടിയെടുക്കാനാകാതെ അധികാരികൾ. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ കുരുത്തിച്ചാൽ പരിസരത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നത്. പാറന്നൂരിൽ നിന്ന് പട്ടിക്കരയിലേക്ക് പോകുന്ന പാതയിൽ കുരുത്തിച്ചാൽ പാലത്തിനടുത്താണ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയായി മാറുന്നത്. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ മേഖലയിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും തള്ളുന്നത്. വർഷങ്ങളായി അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് തുടരുന്നുണ്ടെങ്കിലും ഇടക്കാലത്ത് നാട്ടുകാരുടെ ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികൾ മാലിന്യം തള്ളുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു. കൂടാതെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം മാലിന്യം തള്ളുന്നത് ഇടക്കാലത്ത് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതിലും ശക്തമായി മാലിന്യം തള്ളുന്നത് തുടർക്കഥയാണ്. കേച്ചേരി പുഴ പോലെയുള്ള മേഖലയിലെ പ്രധാന ജലസ്രോതസ് മലിനമാക്കുന്നത് വഴി പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് പ്രോത്സാഹനമായി മാറുകയാണ്. പുതുക്കിപ്പണിയുന്ന വേലൂർ പഞ്ചായത്തിലെ തോന്നലൂർ 84 നമ്പർ അങ്കണവാടിയുടെ ശിലാസ്ഥാപനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷെർലി ദിലീപ് കുമാർ, CF ജോയ്, പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേണു വാര്യർ, കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ സഹീറ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 7 ലക്ഷവും തൊഴിലുറപ്പ് പദ്ധതിയിൽ 8 ലക്ഷവും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ 2 ലക്ഷവും വകയിരുത്തി 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് നടന്ന കർഷക മാർച്ചിന് നേതൃത്വം നൽകിയ 15 നേതാക്കൾക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കിഴക്കേനടയിലെ ഗാന്ധി മണ്ഡപത്തിന് സമീപം നടന്ന പ്രതിഷേധ സദസ്സ് സംസ്ഥാന സെക്രട്ടറി MF ജോയ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവഹണ സമിതി അംഗം മൊയ്നു ഒരുമനൂർ, ജില്ലാ സെക്രട്ടറി C അബ്ദുൾ മജീദ്, ഭാരവാഹികളായ ML ജോസഫ്, P രാധാകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയ ഗുരുവായൂർ, സദാനന്ദൻ താമരശ്ശേരി, അബ്ദുൽ സലാം ചാവക്കാട്, ET ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംഘടനയായ പാർട്ടിയും ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മക്കൾക്ക് ഒരു ചന്ദനമരം പദ്ധതി ആരംഭിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. CA കമാൽ, പാർട്ടി ഡയറക്ടർ റാഫി നീലങ്കാവിൽ, അധ്യാപകരായ ഫെമി വർഗീസ്, KT സിസി, സിംന സണ്ണി, സരുൺ K സൈമൺ എന്നിവർ സംസാരിച്ചു. 4ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ കൈമാറി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പള്ളി നവീകരണത്തിന്റെ ഭാഗമായി ദിവ്യബലി അർപ്പിക്കുന്നതിന് താൽക്കാലികമായി നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. ട്രസ്റ്റിമാരായ വിൽസൺ നീലങ്കാവിൽ, പിയൂസ് പുലിക്കോട്ടിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് സേവിയർ അറക്കൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. നന്നമുക്ക് പഞ്ചായത്ത് തല യോഗ ക്ലബ്ബ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിസിരിയ സൈഫുദ്ദീൻ നിർവഹിച്ചു. മൂക്കുതല മനപ്പടി അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP പ്രവീൺ അധ്യക്ഷനായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ നിഷ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജിൻ എന്നിവർ സംസാരിച്ചു.
പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് ഷാ സുനിൽ സ്വാഗതവും സബിത വിനയകുമാർ നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിശ്ചിത കാലയളവിൽ ആഴ്ചയിൽ 2 ദിവസമാണ് ഓരോ സ്ഥലങ്ങളിലും യോഗ പരിശീലനം നടത്തുക. വിപണി 10 വർഷമായി കുന്നംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഭദ്ര ഡാൻസ് കളക്ഷൻസ് വടക്കാഞ്ചേരി റോഡിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി കുന്നംകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്ര ഡാൻസ് കളക്ഷൻസ് എന്ന സ്ഥാപനമാണ് വടക്കാഞ്ചേരി റോഡിലുള്ള മുക്കണ്ടത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നൃത്താധ്യാപകൻ കോങ്ങാട് അശോകൻ നിർവഹിച്ചു. ചടങ്ങിൽ നൃത്താധ്യാപകരായ സുബ്രഹ്മണ്യൻ, ഗിരീഷ് തുടങ്ങി നിരവധി നൃത്ത അധ്യാപകർ പങ്കെടുത്തു. ഡാൻസിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം, ഒപ്പന, ദഫ്മുട്ട് തുടങ്ങി കലകൾക്കാവശ്യമായ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും വിശാലമായ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭദ്ര ഡാൻസ് കളക്ഷൻസിന്റെ സഹോദര സ്ഥാപനം എടപ്പാളും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ നൃത്ത ഇനങ്ങൾക്കും ആവശ്യമായ ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്കും വിൽപ്പനയ്ക്കും ലഭ്യമാണ്. ഭദ്ര ഡാൻസ് കളക്ഷൻസ്, മുക്കണ്ടത്ത് കോംപ്ലക്സ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഫോൺ 7025974375, 9846103016, 9495204661. തൃശൂർ ലീഡ് ബാങ്കിന്റെ സഹകരണത്തോടെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രധാനമന്ത്രി സുരക്ഷാ പദ്ധതികളുടെ ക്യാമ്പയിൻ നടന്നു. പഞ്ചായത്ത് സെക്രട്ടറി രേഖ ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് സീഡ്സ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ പദ്ധതി വിശദീകരണം നടത്തി. ലീഡ് ബാങ്ക് മാനേജർ അജയ്, അശ്വതി, ലിസ, കനറ ബാങ്ക് പെരുമ്പിലാവ് ശാഖയിലെ സീനിയർ മാനേജർ നിധിൻ കുമാർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പാറപ്പുറത്ത് പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. പാറപ്പുറം കൊട്ടിലിങ്ങൽ വളപ്പിൽ 72 വയസ്സുള്ള ശ്രീരാമനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് സമീപത്തുള്ള പാടത്ത് വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ തങ്കയാണ് ഭാര്യ. ആനന്ദ്, ജിഷ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9160 രൂപ, പവന് 73,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. കുന്നംകുളം കക്കാട് ചുങ്കത്ത് ജോസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നടക്കും. കാവീട് ചീരൻ കുടുംബാംഗം എൽസിയാണ് ഭാര്യ. സിജോ, സിജി, ജിജോ എന്നിവർ മക്കളാണ്. മറ്റം കാക്കശ്ശേരി പോൾ ഭാര്യ റോസി നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. സിൻഡോ, സിമി, നിമ്മി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറിയ അപകടം. നിരവധി പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് നാട്ടുകാർ. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘ സെക്രട്ടറി PA ജിജേഷിന് സസ്പെൻഷൻ. നടപടിയെടുത്തത് ക്ഷീരസംഘം ഭരണസമിതി യോഗം. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്നും ഈടാക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11+2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ പതിവാകുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും തലവേദനയാകുന്നു.
അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലി തകർത്തു. സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസ്. പ്രവാസിയായ പുഴങ്ങരയില്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലി തകർത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.